വ്യത്യസ്തനാമൊരു ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ആക്ടർ ബാല പുള്ളിക്കാരൻ ഇപ്പൊ കണ്ടകശനിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന്? കഴിഞ്ഞ ദിവസം അമൃത ബാലയ്ക്കെതിരെ കോടതിയെ പറ്റിച്ചു, ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന് അണ്ണാക്കിൽ കോലിട്ട് കുത്തിയാൽ പോലും മിണ്ടാത്ത എലിസബത്തും ബാലയ്ക്കെതിരെ വന്നിരിക്കുകയാണ്. ഇത് തീർന്നില്ലേ? ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്. സാധാരണ അങ്ങനെ ആരും ചെയ്യുന്ന കാര്യമല്ലല്ലോ. അതും ഹൈക്കോടതിയിൽ തെളിവായിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ഉള്ളിൽ കള്ളത്തരം കാണിക്കുക. വേലയെന്ന് പറക്കണ്ട, ഉള്ള കാര്യം ഉള്ള പോലെ പറ. ഇവിടെ ഉള്ളവരൊക്കെ എന്താ മണ്ടന്മാരെന്ന് കരുതി നീ? ഒരു എൻ്റയർ പേജ് മൊത്തം മാറ്റി എഴുതുക, മൊത്തം പൊളിക്കേണ്ടി വരും. ബാങ്കിൽ നിന്നത് മാറ്റി മകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം അത് മാറ്റുക. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെയും അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്തതും അവിടെയും പറ്റിക്കലുണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഒരാളുണ്ടോ? അത് ഞാനല്ല, ഞാൻ ചളിങ്ങാട് ജോഷേ. ബാലയുടെ കുറെ ശിങ്കിടികള് ബാലയുടെ അറിവോട് കൂടിയാണോ അതോ അറിവില്ലാതാണോ എന്നറിയത്തില്ല, ഈ എലിസബത്തിനെ പറ്റിയും അമൃതയെ പറ്റിയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ്. അവിടെ പലരും വന്നു പോകുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതുവരെ ബാലയ്ക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്ത എലിസബത്ത് സഹികെട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത് തുറന്നു പറഞ്ഞിട്ടുള്ളത്. Unfortunately, he is my husband. Now, I have something to disclose regarding this case, my lord. ഇത്രയും കാലം എവിടെയായിരുന്നു? തന്നെ മാനസികമായും ശാരീരികമായും വല്ലാതെ പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് നടൻ ബാല. എന്തിന് തന്റെ ബെഡ്റൂം വീഡിയോ പോലും എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന ഒരു വ്യക്തി. അത് ശരി, ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി എന്റെ ഈശ്വര. ചേട്ടൻ എപ്പോഴും എന്നെ യുവദാസായിട്ട് കാണരുത്. ബാലൊരു പ്രത്യേക ടൈപ്പാ, പുറത്തൊന്നും കാണിക്കത്തെ പ്രകൃതം. ഈ മനുഷ്യനെ ദയവ് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് മാറ്റി തരാമോ? വല്ലാത്ത നിവൃത്തികേടാണ്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ചെറുകുന്നം വീട്ടുകാർക്ക് സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം ആ സ്ത്രീ വളർന്നോ? പല്ലിയേച്ചി കേട്ടില്ലേ? ആ മൂദേവി ഇതും പറയുന്നതിന് അപ്പുറം പറയടാ ബാസി. അലിഗേഷൻസ് എന്ന് പറയാനൊക്കത്തില്ല. ഈ പെൺകുട്ടി ഇവിടുന്ന് ഭയപ്പെട്ട് പോയതാണ്. ഇപ്പോഴും തത്താ പുത്ത എന്നാണ് ആ കുട്ടി സംസാരിക്കുന്നത്. എനിക്കും അതിന് വ്യക്തമായിട്ടുള്ള എന്താണ് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത്, എന്താ അങ്ങനെ ഉണ്ടാവണം, എന്റെ കാരണം എന്ന് എനിക്കും ഒരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. സത്യം പറഞ്ഞ ഒരന്തം കൊന്തം ഇല്ലാത്ത പാവം കുട്ടി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ഇയാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുന്ന കുറെ വിവരദോഷികളെ എന്താ പറയാ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അന്തൊക്കെ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ ഇമോഷണൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, മെന്റൽ അബ്യൂസ്, അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ്. ചിലർക്ക് ചിലപ്പോ അടി. ഇയാൾ ഈ കാണിച്ചു കൂട്ടുന്നത് ഇവിടെ നിന്ന് അമൃത, എലിസബത്ത്, അതിനുശേഷം അയാളുടെ കൂടെ അവരുടെ ബന്ധുവായിട്ടുള്ള കോകിലെ കെട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ട് ഇയാൾക്ക് ഇത് തന്നെ പണിയാ. ഇപ്പൊ എന്താ കാണിച്ചത്? ജീവൻ രക്ഷിച്ചത്. അവൻ ചിക്കൻ കറി വെച്ചാൽ പോയി വീഡിയോ എടുക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ തയ്യാറാക്കുന്നില്ല? ശരി, ആ പെൺകുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ല, അവളുടെ കുടുംബമില്ലേ? തോപ്പിൽ ഭാഷ പോലും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണോ നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. അവരുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അതിദയനീയവും ദാരുണവുമാണ്. ഞാനതാ പറഞ്ഞ, ഇവിടെയൊക്കെയാണ് ഗവൺമെന്റ് സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥിതികളും ഒക്കെ ഇടപെടേണ്ടത്. എനിക്ക് അവനെ പേടിയാ. എനിക്ക് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അയാളെ പേടിയാ. ഞാൻ കരുതിയത് ഇയാളൊരു ഉശിരുള്ള പെൺകുട്ടിയാന്ന. ഒരു ഊച്ചാളി ചട്ടമ്പി വന്ന് പിപ്പിടി കാണിച്ചപ്പോഴേക്കും പേടിച്ചു പോകുന്നൊരു തൊട്ടാവാടിയാണെന്ന് ഞാൻ കരുതിയില്ല. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. നീ കോടതി പോയി കേസ് പറയടാ. തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ ചാനലിൽ പോയിട്ട് ഇതേ കാര്യത്തിനെ കുറിച്ച് ഞാൻ രണ്ട് കല്യാണമേ കഴിച്ചിട്ടുള്ളെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്തായി? ഓരോരുത്തർക്കും ഓരോരോ ഹോബികളുണ്ടല്ലോ. ഇതാ അങ്ങേരുടെ ഹോബി. ഓ, ബാലനൊരു വിചിത്ര മനുഷ്യൻ തന്നെ. ആകെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ എമൗണ്ടാണ്. അതൊരു ഇൻഷുറൻസ് പോളിസി അതുവരെ എടുത്ത് അതിലുണ്ടായിരുന്ന കുറച്ച് പൈസ, വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്, അതും എടുത്തു. എനിക്ക് കാശ് വേണം, വേണ്ട, പാവപ്പെട്ടവർ കൊടുക്കാൻ പറയും.
പല ബാങ്കുകളിലെ എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ஒரு மெடிசன் வந்து எனக்கு தப்பாக கொடுத்துட்டாங்க. கொடுத்தவங்க பேரை நான் எதுவும் சொல்லலை, தப்பாக நான் கன்சியூம் பண்ணிட்டேன்னு சொல்லிடுறேன். ஸோ அது ரொம்ப நாளில் நான் தெரியாமல் கன்சியூம் பண்ணியிருந்தேன். பேசிக் நீட்ஸ்னு சொல்கிறது சாப்பாட்டிலேருந்து குளிக்கிறதுலேருந்து பாக்கி விஷயங்கள் எல்லாமே வந்து ஒரு தாயால் மட்டும்தான் பண்ண முடியும். அன்னைக்கு தான் நான் ஒரு தாரத்தை பார்த்தேன். നേര് പറ പിള്ളേച്ചാ, ഇത് ഗർഭം ഉണ്ടാക്കി കുടുക്കി കെട്ടിയതല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. என்னை பொறுத்த வரைக்கும் மாமாக்கு ரொம்ப பிடிக்கும். சின்ன வயசுல இருந்து நமக்கு ஒரு ஹீரோ மாதிரி நம்ம பார்ப்போம்ல, அந்த மாதிரி பார்த்து ரொம்ப பிடிக்கும். அது இல்லாம ஹாய் சலோ நல்ல வாழ்ற காலத்துல பாக்குற நிறைய பொண்ணுங்களை வச்சுக்கணும்னு தோணும். ஆனா கட்டிக்கிட்டு கடைசி வரைக்கும் வச்சு வாழணும்னு உந்த மாதிரி யாராவது ஒருத்தைய பார்க்கும்போது தான் தோணுது. I love you. ഇതിനൊക്കെ എന്താ ഞാൻ പറയാ? ആ സമയത്ത് ബാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്തത് എലിസബത്ത് ആയിരുന്നു. സ്വപ്നലോകത്തേക്ക് എന്ന പോലെ ഇറങ്ങി വന്നത് അവള് ഒരു വെട്ടിയാകുകയാണെന്നറിയാതെ. അറ്റ്ലീസ്റ്റ് ആ നന്നെങ്കിലും ഒന്ന് കാണിക്കടേ. ഇപ്പൊ അതൊക്കെ മാറി എല്ലാം ചെയ്തത് കോകിലാണെന്നാക്കി. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോ നാളെ കോകിലിനെ ഡിവേഴ്സ് ചെയ്ത് വേറെ ഏതും പെണ്ണിനെ ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. അത് കഴിഞ്ഞ് ഹി പബ്ലിക്കലി ടോൾഡ് ഐ ആം ഇൻഫെർട്ടൈൽ. ഇവൻ വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എലിസബത്തിന് കുട്ടികൾ ഉണ്ടാവില്ല. ഇൻഫെർട്ടൈൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. മച്ചി എന്നുള്ള പ്രയോഗം ഒരു സ്ത്രീയെ പൂർണ്ണമായിട്ട് തകർക്കുന്ന ചോദ്യമല്ലേ അത്? ആ സ്ത്രീ എവിടെയാണ് നിൽക്കേണ്ടത്? ആ സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? സംസ്കാരമില്ലാത്തവൻ. ഹണിറോസിന്റെ വിഷയങ്ങൾ ചാനലുകളെല്ലാം ഒത്തിരി ചാനൽ ചർച്ച ചെയ്തല്ലോ. എന്ത് ഈ വിഷയം ചർച്ച ചെയ്യാത്തെന്താ? അതെങ്ങനെ മനസ്സിലായി? ബാലന്റെ അത്രയും വിവരമില്ലെങ്കിലും എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. ബാലയ്ക്കെതിരെ പലതവണ പ്രതികരിക്കാൻ നിന്നെങ്കിലും ബാലയുടെ ഗുണ്ടകൾ തന്നെ നേരിട്ടെത്തി ആക്രമിക്കുകയും മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മൗനം പാലിച്ചത്. ഇവരൊക്കെ ഇനിമേലിലെ നടന്മാരാണ്. സീസൺ ഇല്ലാത്തപ്പം കൊട്ടേഷൻ പണിക്ക് പോകും. മനസ്സിലായില്ല. കൈവെട്ട്, കാൽവെട്ട്, വേണ്ടി വന്ന തലവെട്ട്. He abused me, he raped me, he cheated many more girls. My hands are shaking typing this because of helplessness. നിങ്ങളുടെ ആരുമല്ലല്ലോ, പിന്നെ നിങ്ങളെന്തിനാ വെറുതെ ആവശ്യമില്ലാതെ? പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിധിയെന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെയാന്ന്. I don't know how he married again. അവൻ എങ്ങനെ പിന്നീട് കല്യാണം കഴിച്ചെന്ന് എനിക്ക് അറിയില്ല. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. എനിക്ക് തോന്നുന്നില്ല ബാലയ്ക്ക് ഇപ്പൊ ഏകദേശം 42 വയസ്സുണ്ട്. 42 വയസ്സായിട്ടും ആ കണ്ടകശനി മാറിയിട്ടില്ല എന്ന് എനിക്കിത് വായിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. പലരുടെയും അഭിപ്രായത്തിൽ എലിസബത്ത് തീർച്ചയായും കേസ് കൊടുക്കണമെന്നും ഇത്രയൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇനിയും ബാലയുടെ ഈ ഒരു ഗുണ്ടായിസം സഹിച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് പലർക്കും. ഇവന്റെ പേരിൽ എഫ്ഐആർ എടുത്ത് റിമാൻഡ് ചെയ്യണം. നിനക്കെതിരെ വഞ്ചന കൂടി തന്നെ കേസ് എടുക്കും. എന്റെ ഷട്ടിപ്പുറത്ത് എടുത്തും പത്രക്കാരെ ഫോട്ടോ എടുത്ത് പത്രത്തിലും കൊടുക്കും. ആ പെണ്ണുങ്ങൾ രക്ഷപ്പെടട്ടെ. ഇത് രാജ 240 കോടി എൻ പേരിൽ ഇருக்கு. അതിന് ഞാൻ എന്ത് വേണം? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേല.